നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള സഞ്ജു സാംസനെ പറ്റിയാണ്. 2026 T20 വേൾഡ് കപ്പ് നമ്മൾ കണ്ടതാണ്. സഞ്ജു സാംസന്റെ പ്രകടനം ഇത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടതാണ്. ടീമിന് പുറത്തായിരുന്നൊരു താരം എങ്ങനെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയി നമുക്ക് നോക്കാം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്നുള്ള ഒരു സാധാരണക്കാരൻ എങ്ങനെ ഡൽഹിയിലേക്കും അവിടെ നിന്നും ഇന്ത്യൻ ടീമിലേക്കും എത്തിയെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സഞ്ജു സാംസന്റെ ജീവിതത്തിൻ്റെ കരിയറിൽ ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ടീമിൽ ലഭിച്ച അവസരങ്ങൾ കുറവായിരുന്നതും ലഭിച്ചവയിൽ പലപ്പോഴും സ്ഥിരത നിലനിർത്താൻ കഴിയാത്തതും നമുക്കറിയാവുന്ന കാര്യമാണ്. 2024 ലോകകപ്പ് ടീമിൽ സഞ്ജു ഇടം നേടിയെങ്കിലും അദ്ദേഹത്തിന് ഒരു കളി പോലും കളിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. രാജസ്ഥാൻ റോയൽസ് ഷെയ്ൻ വോണിനെ മറികടന്ന് രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും വിജയകരമായ ക്യാപ്റ്റനായി മാറി സഞ്ജു സാംസൺ. 33 വിജയങ്ങളാണ് രാജസ്ഥാൻ റോയൽസിന് സഞ്ജു ക്യാപ്റ്റനായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. CSKയിലേക്കുള്ള മാറ്റം 18 കോടി രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വന്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാല്യൂ നമുക്ക് അത് വെച്ച് ഏറെക്കുറെ ഊഹിക്കാം. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി, ഭയമില്ലാത്ത ഒരു ബാറ്റിംഗ് ശൈലിയാണ് സഞ്ജു സാംസൺ ഉള്ളത്. This time he connects just marginally shorter. That's all the space Sanju Samson needs. He is up and running with a 6. What a start for Sanju Samson and Team India here. സ്പിന്നർമാരെ നേരിടുന്നതിൽ സഞ്ജുവിന് പ്രത്യേകം ഒരു കഴിവ് തന്നെയുണ്ട് എന്ന് പറയാതെ വയ്യ. തിരിച്ചുവരവ്. ന്യൂസിലാൻഡുമായിട്ടുള്ള മോശം പ്രകടനത്തിനു ശേഷം ടീമിന് പുറത്തായിരുന്നു സഞ്ജു. ലോകകപ്പിന്റെ പകുതിയിൽ ടീമിൽ തിരിച്ചെത്തി. റെക്കോർഡുകൾ പരിശോധിക്കാം. 97 റൺസ് വെസ്റ്റ് ഇൻഡീസുമായി ക്വാർട്ടർ ഫൈനലിന് തുല്യമായ മത്സരത്തിൻ്റെ രക്ഷകൻ. 89 റൺസ് ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമി ഫൈനലിലെ മാസ്മരിക ഇന്നിങ്സ്. 89 ന്യൂസിലാൻഡിനെതിരെ ലോകകപ്പ് ഫൈനലിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് സഞ്ജു ഇതുവഴി തകർത്തത്. ജനറലി പറഞ്ഞാൽ 5 ഇന്നിങ്സുകളിൽ നിന്ന് 321 റൺസ്, 24 സിക്സറുകൾ, ഒരു ലോകകപ്പിൽ ഏറ്റവും അധികം 6 നേടുന്ന ഇന്ത്യൻ താരം സഞ്ജു സാംസൺ. കളിക്കളത്തിൽ ശാന്തനും വിനയനും സച്ചിനും കോഹ്ലിയും സഞ്ജുവിനെ പരാമർശിച്ചത് നമുക്ക് പറയാതെ വയ്യ. കുടുംബം. ലോകകപ്പിന്റെ വിജയത്തിന് ശേഷം ഭാര്യ ചാരുലതയ്ക്കായി സഞ്ജു പങ്കുവച്ച കുറിപ്പ് ഇതിനോടകം നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. മലയാളി സ്വാധീനം അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിൽ നിന്നും ലോകത്ത് മുഴുവൻ ആരാധകരുള്ള ഏക ക്രിക്കറ്റർ എന്ന നിലയിലുള്ള സഞ്ജുവിൻ്റെ സ്വാധീനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പല വീഡിയോയിലും നമ്മളത് കണ്ടിട്ടുണ്ട്. സഞ്ജു എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ കഠിനാധ്വാനവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാം എന്നതിന് മികച്ച ഉദാഹരണമാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണോ നിലവിൽ ഏറ്റവും മികച്ച T20 ബാറ്റ്സ്മാൻ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.